മോർണിംഗ് ടു ഓൾ. നമുക്കിനി പഠിക്കാനുള്ള ടോപ്പിക്ക് എഫക്ട്സ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ ആണ്. ഓക്കെ, എഫക്ട്സ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ക്യാപിറ്റലൈസേഷൻ, അതുപോലെ തന്നെ കോസസ് ഓഫ് ക്യാപിറ്റലൈസേഷൻ പഠിച്ചിരുന്നു. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള എഫക്ട്സ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ ആണ്. ഓവർ ക്യാപിറ്റലൈസേഷൻ വഴിയുള്ള എഫക്ട്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, എഫക്ട്സ് ഓൺ ദ കമ്പനി. ഫസ്റ്റ് വൺ, ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ കമ്പനി ഡിക്ലൈൻസ്. കമ്പനിയുടെ ഏണിംഗ് കപ്പാസിറ്റി കുറയുന്നു. ഓക്കെ, നമുക്കറിയാം ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫേമിലുള്ള ഫണ്ട് അല്ലെങ്കിൽ ആ ക്യാപിറ്റൽ കറക്റ്റായിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതിനാണ് നമ്മൾ ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ബിസിനസ് ഫേമിലുള്ള എക്സിസ്റ്റിംഗ് ക്യാപിറ്റൽ അവർ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് അതിൽ നിന്നുള്ള ഏണിങ്സും കിട്ടുന്നില്ല. അപ്പം ബിസിനസ് ഫേമിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി അത് അഫക്റ്റ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, റെഡ്യൂസ് ദ മാർക്കറ്റബിലിറ്റി ഓഫ് ഷെയർസ് ബിക്കോസ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് മാർക്കറ്റ് വാല്യൂ ഫോൾ. നമ്മൾ നേരത്തെ ഫസ്റ്റ് വൺ പറഞ്ഞായിരുന്നു, ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ഫേം ഡിക്ലൈൻ ചെയ്യുന്നു, അല്ലേ? ഏണിംഗ് കപ്പാസിറ്റി കുറവ് വരുന്നു. ഒരു ബിസിനസ് ഫേമിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി കുറയുന്നതിൻ്റെ ഫലമായിട്ട് എന്തായിരിക്കും? ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റാതെ വരുന്നു. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് മാർക്കറ്റ് വാല്യൂ കുറയുന്നു. ഇതൊക്കെ എന്താ കമ്പനിയെ സംബന്ധിച്ചൊരു എഫക്ട്സ് ആണല്ലേ. അപ്പോൾ രണ്ടാമത് ഇവിടെ പറയുന്നത് റെഡ്യൂസ് ദ മാർക്കറ്റബിലിറ്റി ഓഫ് ഷെയർസ്. ഷെയർസിനെ മാർക്കറ്റബിലിറ്റി അഫക്റ്റ് ചെയ്യുന്നു. കാരണം ഡിവിഡൻഡ് കുറവേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. മാർക്കറ്റ് വാല്യൂ ഷെയർസൊക്കെ കുറയാൻ കാരണമാകുന്നു. തേർഡ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റേസ് ക്യാപിറ്റൽ ബിക്കോസ് ഇൻവെസ്റ്റേഴ്സ് ലോസ് ഫെയ്ത്ത് ഇൻ ദ കമ്പനി. മൂന്നാമത് പറയുന്നത് കമ്പനിക്ക് അഡീഷണൽ ക്യാപിറ്റൽ റേസ് ചെയ്യണമെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകുന്നു. കാരണം അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമുണ്ടെങ്കിൽ കമ്പനി സാധാരണ എന്ത് ചെയ്യും? അവർ ഷെയർസിൽ നിന്നോ അല്ലെങ്കിൽ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തൊക്കെ ആയിരിക്കും ഫണ്ട് കളക്ട് ചെയ്യുന്നത്. അപ്പം ഈ ബിസിനസ് ഫേമിൻ്റെ ഓവർ ക്യാപിറ്റലൈസേഷൻ ഫേം ആണെങ്കിൽ അവിടുത്തെ എന്തായിരിക്കും? ഏണിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും, മാർക്കറ്റ് വാല്യൂ ഷെയർസൊക്കെ കുറവായിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു ബിസിനസ് ഫേമിലേക്ക് ഇൻവെസ്റ്റേഴ്സ് അധികം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുകയല്ല. കാരണം ഇൻവെസ്റ്റേഴ്സിന് അറിയാം ഇങ്ങനെയുള്ള ബിസിനസ് ഫേമിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അവർ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് റിട്ടേണും കുറവായിരിക്കും. അപ്പം അങ്ങനെ കരുതുന്നതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഈ ബിസിനസ് ഫേമിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല. ദെൻ ഫോർത്ത് വൺ, it is difficult to raise loans because the credit standing of the company is adversely affected. അതുപോലെ തന്നെ ബിസിനസ് ഫേമിന് ബാങ്കിൽ നിന്ന് ലോണൊക്കെ റേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു. കാരണം ഈ ബിസിനസ് ഫേമിൽ നിന്ന് ക്രെഡിറ്റ് വർത്തനസ് കുറവായിരിക്കും. കാരണം ഇവർ കറക്റ്റായിട്ട് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാത്തത് കൊണ്ട് അതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നതും കുറവായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ബാങ്കുകളൊക്കെ ലോൺ കൊടുക്കുന്നതിന് താല്പര്യം ഉണ്ടാവുകയല്ല. അല്ലെങ്കിൽ ഇവർക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. The next one, reputation of the or goodwill of the company is lowered. കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഗുഡ്വില്ലിന് ഇത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് മേ ഇൻവോൾവ് ഇൻ ദ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ് ടു ഷോ ഹൈ പ്രോഫിറ്റ്. ബിസിനസ് ഫേമിൽ എന്താ പ്രോഫിറ്റൊക്കെ ഓൾറെഡി കുറവായിരിക്കും. കാരണം ഇവർ കറക്റ്റായിട്ട് ബിസിനസ്സിൽ ഈ ഫണ്ട് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ഏണിങ്സ് കുറവായിരിക്കും. എന്ന് വെച്ചാൽ ബിസിനസ് ഫേമിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കുറവായിരിക്കും. അതെന്ന് വെച്ചാൽ പ്രോഫിറ്റ് കുറവായിരിക്കും. അപ്പം ഇങ്ങനെ പ്രോഫിറ്റ് കുറവുള്ളത് കൊണ്ട് തന്നെ ബിസിനസ് ഫേമിന് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ പ്രോഫിറ്റ് കൂട്ടിക്കാട്ടാൻ വേണ്ടി ബിസിനസ്സൊക്കെ അക്കൗണ്ട്സൊക്കെ മാനിപ്പുലേഷൻ നടത്തുന്നു. തെറ്റായിട്ടൊക്കെ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ അവർ അക്കൗണ്ടിൽ അക്കൗണ്ട്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേഷൻസൊക്കെ വരുത്തുന്നു. അപ്പം അതും ഈ ഓവർ ക്യാപിറ്റലൈസേഷൻ ഒരു എഫക്റ്റാണ്. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് മേ ഗോ ഇൻ ടു ലിക്വിഡേഷൻ. സംടൈംസ് കമ്പനി എന്ത് ചെയ്യുന്നു? ലിക്വിഡേഷന് കാരണമാകുന്നു. കാരണം ഈ ഓവർ ക്യാപിറ്റലൈസേഷൻ ഫലമായിട്ട് ബിസിനസ് ഫേമിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി കുറയുന്നു. അതുവഴി എന്തായിരിക്കും? കമ്പനി ചിലപ്പം അത് ലിക്വിഡേഷന് വരെ കാരണമാകുന്നു. ദെൻ നെക്സ്റ്റ് വൺ, എഫക്ട്സ് ഓൺ ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ എഫക്ട്സ് ആണ്? ഓവർ ക്യാപിറ്റലൈസേഷൻ വഴി ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ എഫക്ട്സ് ആണ് വരുന്നത്? ഫസ്റ്റ് വൺ, റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഫോൾസ്. ഇവർക്ക് കൊടുക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഡിവിഡൻഡ് കുറവായിരിക്കും. കാരണം ബിസിനസ് ഫേമിന് അതിനുള്ള ഏണിങ്സേ ഉള്ളൂ, അല്ലേ? ഏണിങ്സ് വളരെ കുറവായിരിക്കും. ഏണിങ്സ് കുറയുന്നതിൻ്റെ ഫലമായിട്ട് അവർ കൊടുക്കുന്ന ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേണും കുറവായിരിക്കും. ദെൻ സെക്കൻഡ് വൺ, മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഫോൾസ്. കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കുറവായിരിക്കും.
ദ നെക്സ്റ്റ് വൺ മാർക്കറ്റബിലിറ്റി ഓഫ് ഷെയർസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ്. മാർക്കറ്റബിലിറ്റി കുറവായിരിക്കും. കാരണം ഈ ഇന്ന കമ്പനിയുടെ ഓവർ ക്യാപിറ്റലൈസ്ഡ് കമ്പനി ആണെങ്കിൽ അങ്ങനെയുള്ള കമ്പനിയുടെ ഷെയർസ് വാങ്ങാനും വിൽക്കാനൊക്കെ അല്ലേ ആൾക്കാർ അധികം താല്പര്യപ്പെടുകയല്ല. എന്ന് വെച്ചാൽ അവരുടെ മാർക്കറ്റബിലിറ്റി, ആ ഷെയർസിൻ്റെ മാർക്കറ്റബിലിറ്റീനെ അത് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ദ നെക്സ്റ്റ് വൺ ഷെയർസ് ഹാവ് എ സ്മോൾ വാല്യൂ ആസ് കൊളാട്രൽ സെക്യൂരിറ്റി. കൊളാട്രൽ സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ കമ്പനീസ് അല്ലെങ്കിൽ നമ്മളൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈട് വെക്കുന്ന ആ പ്രോപ്പർട്ടീസിന് പറയുന്നതാണ് കൊളാട്രൽ സെക്യൂരിറ്റീസ്. അപ്പോൾ ചില സമയത്ത് കമ്പനീസ് ഷെയർസൊക്കെ വെച്ചുകൊണ്ട് ഷെയർസൊക്കെ കൊളാട്രൽ സെക്യൂരിറ്റീസ് ആയിട്ട് വെച്ചുകൊണ്ട് ലോണൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഷെയർസിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓവർ ക്യാപിറ്റലൈസേഷൻ ഫലമായിട്ട് ഷെയർസിൻ്റെ വാല്യൂ കുറയുന്നെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഷെയർസിൻ്റെ വാല്യൂ കുറയുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഷെയർസ് വെച്ചുകൊണ്ട് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ ഈ കൊളാട്രൽ സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് എമൗണ്ട് ബോറോ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ നമുക്ക് ബോറോ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത് ഷെയർസ് ഹാവ് എ സ്മോൾ വാല്യൂ ആസ് കൊളാട്രൽ സെക്യൂരിറ്റി. ദ നെക്സ്റ്റ് വൺ ഇറ്റ് എൻകറേജസ് സ്പെക്കുലേഷൻ. സ്പെക്കുലേഷന് കാരണമാകുന്നു. പൂഴ്ത്തി വെക്കലൊക്കെ ഇല്ലേ. എന്ന് വെച്ചാൽ നിയർ ഫ്യൂച്ചറിൽ ഷെയർസിൻ്റെ വാല്യൂ കൂടുമെന്ന് കരുതിക്കൊണ്ട് ഇവർ ഷെയർസൊക്കെ പൂഴ്ത്തി വെക്കുന്നതിനാണ് ഇവിടെ സ്പെക്കുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സ്പെക്കുലേഷനൊക്കെ കാരണമാകുന്നു. ദ നെക്സ്റ്റ് വൺ ഇറ്റ് മേ റിസൾട്ട് ഇൻ ലോസ് ഓൺ റീ ഓർഗനൈസേഷൻ ഓർ ലിക്വിഡേഷൻസ്. അതുപോലെ തന്നെ കമ്പനി ചിലപ്പോൾ ലിക്വിഡേഷന് കാരണമാകേണ്ടി വരും. അതുപോലെ തന്നെ റീ ഓർഗനൈസേഷനൊക്കെ കാരണമാകുന്നു അല്ലേ. കമ്പനി ഷെയർസിൻ്റെ വാല്യൂ കുറയുന്നു അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഒക്കെ കുറയുന്നതിൻ്റെ ഫലമായിട്ട് കമ്പനിക്ക് ഇനി ഒരു നിലനിൽപ്പ് വേണമെങ്കിൽ ഒന്നെങ്കിൽ റീ ഓർഗനൈസേഷൻ വേണ്ടി വരും. അതല്ല എങ്കിൽ കമ്പനി ലിക്വിഡേറ്റ് ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ കാരണമാകുന്നു. ഇതാണ് എഫക്ട്സ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എഫക്ട്സ് എന്ന് പറയുന്നത് ഇത്രയും പോയിൻ്റാണ്. ദ നെക്സ്റ്റ് വൺ എഫക്ട്സ് ഓൺ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ നമുക്കറിയാം കൺസ്യൂമേഴ്സ് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ എഫക്ട്സ് ഓൺ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ എഫക്ട്സ് ഓൺ ദ സൊസൈറ്റി. അതിൽ ഫസ്റ്റ് വൺ ടു ഇൻക്രീസ് ഏണിങ്സ് ദ കമ്പനി മേ റെഡ്യൂസ് ദ ക്വാളിറ്റി ആൻഡ് ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. നമുക്കറിയാം ഓവർ ക്യാപിറ്റലൈസേഷൻ ഫലമായിട്ട് കമ്പനിയുടെ ഏണിങ്സ് പ്രോഫിറ്റ് വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, ഈ പ്രോഫിറ്റ്സ് കൂട്ടാൻ വേണ്ടി കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വളരെ കുറയ്ക്കുകയും അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് കൂട്ടുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സിന് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റും അതിന് ഹൈ പ്രൈസിൽ പർച്ചേസ് ചെയ്യേണ്ടി വരുന്നു. അതാണ് ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ പ്രൈസ് വളരെ കൂടുതലായിരിക്കും. ദെൻ സെക്കൻഡ് വൺ ദ കമ്പനി മേ റെഡ്യൂസ് വേജസ് ആൻഡ് കട്ട് ഡൗൺ ലേബർ വെൽഫെയർ മെഷേഴ്സ്. ദിസ് അഫക്റ്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. അതുപോലെ തന്നെ കമ്പനിക്ക് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി വേജസ് വർക്കേഴ്സിൻ്റെ വേജസ് ഒക്കെ കുറയ്ക്കാൻ കാരണമാകുന്നു. അതുപോലെ ലേബർ വെൽഫെയർ മെഷേഴ്സ് അല്ലെങ്കിൽ ലേബേഴ്സിന് കൊടുക്കുന്ന എന്തെങ്കിലും ബോണസ്, ഇൻസെൻറ്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഒന്നുകിൽ കട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ അതിനൊക്കെ കുറവ് വരുത്താൻ കാരണമാകുന്നു. ദെൻ തേർഡ് വൺ ദ കമ്പനി മേ ബി ക്ലോസ് ഡൗൺ. ദിസ് ക്രിയേറ്റ്സ് അൺഎംപ്ലോയ്മെൻറ്റ്. നമ്മൾ പറഞ്ഞായിരുന്നു ചില സമയത്ത് ഈ ഓവർ ക്യാപിറ്റലൈസേഷൻ ഫലമായിട്ട് കമ്പനി ചിലപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യാൻ കാരണമാകുന്നല്ലേ. കമ്പനി ലിക്വിഡേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ലിക്വിഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബിസിനസ് പൂട്ടിയിടുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നു. തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടാൻ കാരണമാകുന്നു. വൺ ദ റിസോഴ്സസ് ഓഫ് ദ നേഷൻ കനോട്ട് ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ്. ഒരു ബിസിനസ് ഫേം ഡിഫറെൻറ്റ് റിസോഴ്സസ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ വരുന്നു. ദെൻ ഫിഫ്ത്ത് വൺ പബ്ലിക് ലോസസ് കോൺഫിഡൻസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്. പബ്ലിക്കിന് ഈ ബിസിനസ് ഫേമിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കോൺഫിഡൻസ് നഷ്ടമാകുന്നു. ഇത്രയുമാണ് എഫക്ട്സ് ഓൺ ദ സൊസൈറ്റി. നെക്സ്റ്റ് വൺ റെമഡീസ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ഓവർ ക്യാപിറ്റലൈസേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് റെമഡീസാണ് എടുക്കാൻ സാധിക്കുന്നത്. ഫസ്റ്റ് വൺ റിഡക്ഷൻ ഓഫ് ഫണ്ടഡ് ഡെറ്റ്സ്. Over capitalization can be reduced by repaying debentures, public deposit and loans. These should be repaid out of accumulated profits. If there are no accumulated profits, they may be redeemed out of fresh issue of
ബോറോയിങ്സ് അറ്റ് ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇവിടെ പറയുന്ന റിഡക്ഷൻ ഓഫ് ഡെറ്റ്സ് ആണ്. ഫണ്ട് ഡെറ്റ്സ് ഓർ ബിസിനസ് ഫേമിൻ്റെ ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിബെഞ്ചേഴ്സൊക്കെ റെഡ്യൂസ് ചെയ്യുക, ഒന്നെങ്കിൽ റീപേ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ആ ഡെറ്റ് കുറയ്ക്കുക. അപ്പം ഇത് കുറയ്ക്കുന്നത് സാധാരണയായിട്ട്, അല്ലെങ്കിൽ അത് നമ്മൾ റീപേ ചെയ്യുന്നത് ബിസിനസ് ഫേമിൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഈ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് പണം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡെറ്റിൻ്റെ ആ എമൗണ്ട് കുറയ്ക്കുക. അതല്ല എങ്കിൽ എന്ന് വെച്ചാൽ ബിസിനസ് ഫേമിന് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഇല്ല എങ്കിൽ ബിസിനസ് ഫേം പുതിയ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട്, പുതിയ ഡിബെഞ്ചേഴ്സ് പറയുമ്പം ചെറിയ പ്രൈസിലുള്ള അല്ലെങ്കിൽ ലോവർ റേറ്റിലുള്ള ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് ഈ ഹയർ റേറ്റിലുള്ള ഡിബെഞ്ചേഴ്സൊക്കെ നമ്മൾ റീപേ ചെയ്യുക. ഇവിടെ ഇത്രയേ ഉള്ളൂ. റിഡക്ഷൻ ഓഫ് ഫണ്ട് ഡെറ്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഫേമിന് ഹൈ റേറ്റിലുള്ള എന്ന് വെച്ചാൽ ഹൈ റേറ്റ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ഡിബെഞ്ചർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡിബെഞ്ചറൊക്കെ റീപേ ചെയ്യുക. റീപേ ചെയ്യണമെങ്കിൽ നമുക്കറിയാം, അവർക്ക് പണം തിരിച്ചു കൊടുക്കണമെങ്കിൽ നമുക്കറിയാം ബിസിനസ് ഫേമിന് പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടായിരിക്കണം അല്ലേ. ബിസിനസ് ഫേം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ബിസിനസ് ഫേമിൻ്റെ ആ പ്രോഫിറ്റിൽ നിന്ന് റീപേ ചെയ്യുക. ഈ ബിസിനസ് ഫേമിന് പ്രോഫിറ്റ് ഇല്ല എങ്കിൽ കമ്പനി പുതിയ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക, എന്ന് വെച്ചാൽ ചെറിയ ഇൻട്രസ്റ്റ് ഉള്ള ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട് ഈ കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഡിബെഞ്ചേഴ്സ് റീപേ ചെയ്യുക. അതാണ് ഫസ്റ്റ് റെമഡീസ്. സെക്കൻഡ് വൺ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഓവർ ക്യാപിറ്റലൈസേഷൻ ക്യാൻ ഓൾസോ ബി കറക്റ്റഡ് ബൈ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ക്യാരിങ് ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുക. നമ്മളിപ്പം ഡിബെഞ്ചറിൻ്റെ കേസ് പറഞ്ഞതുപോലെ നമ്മൾ ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കുന്ന പ്രിഫറൻസ് ഷെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുക. അപ്പം അങ്ങനെ റിഡീം ചെയ്യാൻ ബിസിനസ് ഫേമിന് ഫണ്ട് ഇല്ല എങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇല്ല എങ്കിൽ വീണ്ടും പുതിയ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ പുതിയ പ്രിഫറൻസ് ഷെയർസ് പറഞ്ഞാൽ ചെറിയ ഡിവിഡൻഡ് കൊടുക്കുന്ന, ചെറിയ റേറ്റ് ഓഫ് ഡിവിഡൻഡ് അല്ലേ, സ്മോൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കുന്ന പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് ഈ ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കുന്ന പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുക. The next one, reorganization of equity share capital. Reorganization of equity share capital. In order to rectify overcapitalization, another remedy is to reduce the face value of equity shares or to reduce the number of equity shares. ഇവിടെ പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അല്ലേ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ ഫേസ് വാല്യൂ റെഡ്യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ 100 രൂപ വാല്യൂ ഉള്ള ഷെയർസ് ആണെങ്കിൽ അതിൻ്റെ 10 രൂപയായിട്ട് മാറ്റുക. അതുപോലെ തന്നെ ഓർ ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസിൻ്റെ ആ നമ്പേഴ്സ്, ഇപ്പം 10,000 ഇക്വിറ്റി ഷെയർസ് ഉണ്ടെങ്കിൽ അത് 1000 ഇക്വിറ്റി ഷെയർസ് ആയിട്ട് മാറ്റുക. അങ്ങനെ റീഓർഗനൈസേഷൻ നടത്തുന്നത് വഴിയായിട്ട് നമുക്ക് ഓവർ ക്യാപിറ്റലൈസേഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വൺ, increasing the efficiency of management. Management should try to become more efficient and try to avoid excess expenditure. Earning capacity should be improved. Care should be taken to spend every rupee in the most profitable manner. ഇവിടെ ഓവർ ക്യാപിറ്റലൈസേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള നെക്സ്റ്റ് റെമഡീസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ദ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക. മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്ന വഴിയായിട്ട് ഏണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ സാധിക്കുന്നു. ബിസിനസ് ഫേമിൻ്റെ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ പ്രോഫിറ്റ്, ബിസിനസ് ഫേമിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുവഴി ഓവർ ക്യാപിറ്റലൈസേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഇത്രയും റെമഡീസാണ് ഉള്ളത്. റെമഡീസ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പം 4 റെമഡീസാണ് പറയുന്നത്. ഫസ്റ്റ് വൺ റിഡക്ഷൻ ഓഫ് ഡിബെഞ്ചേഴ്സ് ആണ്. സെക്കൻഡ് വൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. തേർഡ് വൺ റീഓർഗനൈസേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഫോർത്ത് വൺ ഇൻക്രീസിങ് ദ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ 4 റെമഡീസാണുള്ളത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? എഫക്ട്സ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷനും റെമഡീസ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷനുമായിരുന്നു. എഫക്ട്സ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ 3 തരം എഫക്ട്സ് ആണുള്ളത്. ഫസ്റ്റ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ എഫക്ട്സ് ഓൺ ദ കമ്പനിയാണ്. കമ്പനീനെ ഏതൊക്കെ രീതിയിലാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ അഫക്റ്റ് ചെയ്യുന്നത്. നമ്മളൊരു 7 പോയിൻ്റ് പഠിച്ചു. അടുത്ത എഫക്ട്സ് ഓൺ ദ ഷെയർ ഹോൾഡേഴ്സാണ്. ഷെയർ ഹോൾഡേഴ്സിനെ ഏതൊക്കെ രീതിയിലാണ് ഓവർ ക്യാപിറ്റലൈസേഷൻ അഫക്റ്റ് ചെയ്യുന്നത്. അതൊരു 6 പോയിൻ്റ് ഉണ്ട്. നെക്സ്റ്റ് വൺ പറയുന്നത് എഫക്ട്സ് ഓൺ ദ സൊസൈറ്റിയാണ്. എഫക്ട്സ് ഓൺ ദ സൊസൈറ്റി ഒരു 5 പോയിൻ്റാണ് ഉള്ളത്. പിന്നെ ഉള്ളത് റെമഡീസ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ.